Physics and DT Environment and Ecology Unit 2 ആണ് നോക്കുന്നത്. Question number 1 renewable source വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും നമുക്ക് സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ഒരിക്കലും തീരാത്ത എനർജി സോഴ്സ് ആണ്. അപ്പം ആൻസർ ബി ആണ് റിപ്ലനിഷ് നാച്ചുറലി ഓവർ ടൈം. എക്സാമ്പിൾ സോലാർ, വിൻഡ് എനർജി ഒക്കെ റിന്യൂവബിൾ സോഴ്സസ് ആണ്. കോൾ ഈസ് ക്ലാസിഫൈഡ്. കോൾ ഒരു കാര്യം കഴിയുമ്പോൾ തീർന്നു പോകും. അപ്പോൾ അത് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ലിമിറ്റഡ് സോഴ്സേ ഉള്ളൂ. ആൻസർ സി ആണ്. അറ്റ്മോസ്ഫിയർ മെയിൻലി കൺസിസ്റ്റ് ഓഫ്, അറ്റ്മോസ്ഫിയറിൽ എന്താ ഉള്ളത്? ഓക്സിജൻ, നൈട്രോജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രോജൻ ഏറ്റവും കൂടുതലുള്ളത് ഏകദേശം 78% ഉള്ളത് നൈട്രോജൻ ആണ്, മേജർ കമ്പോണന്റ്. ഹൈഡ്രോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഹൈഡ്രോജൻസ്, വെള്ളമായിട്ട് ബന്ധപ്പെട്ട അറ്റ്മോസ്ഫിയറിന് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഓൾ വാട്ടർ ബോഡീസ് ആണ്. റിവർ, ലേക്ക്, സീ എല്ലാം വരും. ഓക്കെ. ലിത്തോസ്ഫിയർ മീൻസ് ലാൻഡും മിനറൽസും അല്ലാണ് ലിത്തോ എന്ന് പറയുന്നത്. എർത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെയർ ആണ്, എർത്തിൻ്റെ ക്രസ്റ്റ് ആണ്. സോയിൽ, മിനറൽസ് എല്ലാം അതിൽ വരും. ആൻസർ സി ആണ്. ബയോട്ടിക് റിസോഴ്സ് ഇൻക്ലൂഡ്സ്, ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസംസിനെയാണ് ബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ സി ആണ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എബയോട്ടിക് മീൻസ് വാട്ടർ ആൻഡ് സോയിൽ ആണ്. നോൺ ലിവിങ് എൻവയോൺമെന്റ് കമ്പോണൻസ് ആണ്. ആൻസർ ഡി ആണ്. ഫോറസ്റ്റ് റിസോഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് ഫോറസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്? അത് എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഫോറസ്റ്റ് റിസോഴ്സസ് ഇമ്പോർട്ടൻറ്റ്. ആൻസർ സി ആണ്. ക്ലൈമറ്റ് സപ്പോർട്ട് ചെയ്യും, ലൈഫിനെ സപ്പോർട്ട് ചെയ്യും. ഡീഫോറസ്റ്റേഷൻ ലീഡ്സ് ടു, ഫോറസ്റ്റ് ക്ലിയർ ചെയ്ത് എന്ത് പറ്റും, അല്ലെങ്കിൽ ഫോറസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൻസർ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. പലതരത്തിലുള്ള ജീവികൾക്കും അവിടുന്ന് മാറിപ്പോകേണ്ടി വരും. ഇപ്പോൾ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ആൻസർ സി ആണ്. ലാൻഡ് ഡിഗ്രഡേഷൻ റിഫേഴ്സ് ടു, ലാൻഡിനെ മോശപ്പെടാൻ നശിപ്പിക്കുക ചെയ്യുന്നതിനാണ് ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ ആൻസർ ബി ആണ്. മേജർ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ റിവർ ആൻഡ് ലേക്സ് ആണ് ഫ്രഷ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻസർ ബി ആണ്. ഡാംസ് ഹെൽപ്പ്, ഡാംസിൻ്റെ ഉപയോഗം എന്താണ്? ഡാംസിൻ്റെ മൾട്ടിപ്പിൾ യൂസ് ഉണ്ട്. ഇറിഗേഷൻ ഉണ്ട്, പവർ ഉണ്ട്. ആൻസർ സി ആണ്. അപ്സ്ട്രീം ഏരിയ ഓഫ് ഡാമിന് മുമ്പുള്ള ഏരിയയാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ റിസർവെയർ ഫോർമേഷനാണ്. ആൻസർ ബി ആണ്. ഡൗൺ സ്ട്രീമിന് ഡാം കഴിഞ്ഞിട്ടുള്ള പോർഷനാണ്. അവിടെ വെള്ളം കുറവായിരിക്കും, അപ്പം ഫ്ലോ കുറവായിരിക്കും. ആൻസർ റിഡ്യൂസ്ഡ് സെഡിമെന്റ് ഫ്ലോ ആണ്. ആൻസർ ബി ആണ്. മിനറൽ റിസോഴ്സ്, മിനറൽ വെച്ചാൽ ഭൂമിയിൽ കിട്ടുന്ന മിനറൽസിനാണ് മിനറൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ലിമിറ്റഡ് സപ്ലൈ ഉള്ളൂ. അപ്പോൾ ആൻസർ ബി ആണ്, നോൺ റിന്യൂവബിൾ. ഫുഡ് റിസോഴ്സസ് മെയിൻലി കം ഫ്രോം, ഫുഡ് റിസോഴ്സ് എവിടെ നിന്ന് വരുന്നത്? അഗ്രികൾച്ചറിൽ നിന്ന് വരുന്നത്. ഫുഡിൻ്റെ മെയിൻ സോഴ്സ് അഗ്രികൾച്ചർ. ആൻസർ ബി ആണ്. എനർജി ഫ്രം സൺ ഈസ് റിന്യൂവബിൾ. സണ്ണിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനർജി കിട്ടിക്കൊണ്ടിരിക്കുക, അത് തീരത്തില്ല. ആൻസർ ബി ആണ്, റിന്യൂവബിൾ. സോയിൽ ഇറോഷൻ പ്രൈമറി റിമൂവ്, സോയിൽ ഒലിച്ചു പോകുമ്പോൾ പ്രൈമറിയിൽ ഏറ്റവും ടോപ്പിൽ ഫെർട്ടൈൽ ലെയർ ആണ് പോകുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, ടോപ്പ് സോയിൽ. ലാൻഡ് സ്ലൈഡ് ഓപ്പോസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് മണ്ണൊഴിച്ചിൽ ഉണ്ടാവുന്നത്? അതിൻ്റെ മെയിൻ റീസൺ ഹെവി റെയിൻഫോൾ ആണ്. അപ്പോൾ റെയിൻ വരുമ്പോൾ വെള്ളം സോയിലിനെ ലൂസാക്കും, അപ്പം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. ആൻസർ ബി ആണ്. ഡെസർട്ടിഫിക്കേഷൻ റിസൾട്ട്സ് മീൻസ് ഡെസർട്ട് ഉണ്ടാവേണ്ട കാരണം എന്താണ്? ആൻസർ ഓവർ ഗ്രേസിങ്. ഒരുപാട് ആനിമൽസ് പ്ലാന്റ്സിനെയും ഗ്രാസിനെല്ലാം കംപ്ലീറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ചെടികളെല്ലാം നശിച്ചു പോകും. അപ്പം ആൻസർ ബി ആണ്. ടോപ്പോസ്ഫിയർ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ടോപ്പോസ്ഫിയർ എന്ന് വെച്ചാൽ ഭൂമിയുടെ മേളിലുള്ള അറ്റ്മോസ്ഫിയറിനെ ടോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ആകാശത്തെ അറ്റ്മോസ്ഫിയറിന്. അവിടെയാണ് വെതറിൻ്റെ പല കാര്യങ്ങളും ചേഞ്ചസ് ഉണ്ടാകുന്നത്. മഴയും വെയിലും എല്ലാം അവിടെ നിന്നായിരിക്കും. ക്ലൗഡ്സ് എല്ലാം അവിടെ നിന്നാണ് അത് കൺട്രോൾ ആവുന്നത്. അപ്പം വെതറിൻ്റെ കുറേ കാര്യങ്ങൾ
ബാധിക്കുന്നത് ടോപ്പോസ്ഫിയറിൽ നിന്നാണ്. അപ്പം വെദർ ഒക്കേഴ്സ് ഹിയർ. ആൻസർ ബി ആണ്. ഹൈഡ്രോസ്ഫിയർ സപ്പോർട്ട്സ് ലൈഫ് ബൈ പ്രൊവൈഡിങ് വാട്ടർ. ഹൈഡ്രോസ്ഫിയർ വെള്ളത്തിലുള്ള ലൈഫിനെ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ലിത്തോസ്ഫിയർ മീൻസ് റോക്സ് ആൻഡ് സോയിൽ ആണ്. അപ്പം ആൻസർ സി ആണ്. ഫോറസ്റ്റ് ആക്ട് ലൈക്ക്. ഫോറസ്റ്റിന്റെ ആക്ഷൻ എന്താണ്? കാർബൺ സിങ്ക് ആണ്. കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത്. ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് കൺസ്യൂം ചെയ്യും. അപ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയും, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കും. അപ്പോൾ ആൻസർ എ ആണ്, കാർബൺ സിങ്ക്. ഓവർ യൂസ് ഓഫ് ലാൻഡ് ലീഡ്സ്. ലാൻഡ്സിന് ഭൂമി ഒരുപാട് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ ആൻസർ ബി ആണ്, ലാൻഡ് ഡിഗ്രഡേഷൻ. വാട്ടർ കൺസർവേഷൻ മെത്തേഡ്. വെള്ളത്തിനെ നമ്മൾ എങ്ങനെ കൺസർവ് ചെയ്യാൻ പറ്റും? ആൻസർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. മഴവെള്ളം സൂക്ഷിക്കുക എന്നുള്ളത്. ആൻസർ ബി ആണ്. മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡാംസ്. ഡാംസിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്താണ്? അത് ഡാംസിൽ ഡാംസിൻ്റെ മുകളിൽ വെള്ളം കൂടുതലാവും. അപ്പോൾ ഫുൾ ഏരിയ അത് കവർ ചെയ്യും. അപ്പം അവിടുത്തെ പല വൈൽഡ് ലൈഫും ആനിമൽസും അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരും. അപ്പോൾ ആൻസർ ബി ആണ്, ഹാബിറ്റാറ്റ് ലോസ്. ഡാംസ് കഴിയുമ്പോഴും വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴും അവിടെ നിന്നും ഒരുപാട് ഹാബിറ്റാറ്റിൽ മാറ്റം വരും. അപ്പോൾ ആൻസർ ബി ആണ്, ഹാബിറ്റാറ്റ് ലോസ്. മൈനിങ് ലീഡ്സ് ടു. മൈനിങ് ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ പല സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടാവും. ആൻസർ ബി ആണ്. ഫുഡ് ഷോർട്ടേജ് ഈസ് കോസ്ഡ് ബൈ ഓവർ പോപ്പുലേഷൻ. ആൻസർ ബി ആണ്. വിൻഡ് എനർജി ഈസ് റിന്യൂവബിൾ. വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീണ്ടും സപ്ലൈ ഉള്ളതാണ്. ആൻസർ ബി ആണ്. സോയിൽ കൺസർവേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ. സോയിൽ കൺസർവേഷൻ എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്? നമ്മൾ ചെടികൾ വളർത്തുക, മരങ്ങൾ നടുക. അപ്പം എ ഫോറസ്റ്റേഷൻ. ആൻസർ ബി ആണ്. ലാൻഡ് സൈഡ് പ്രിവെൻഷൻ, പ്ലാന്റിംഗ് വെയ്റ്റിംഗ്. ചെടികളും മരങ്ങളും നട്ടു കഴിഞ്ഞാൽ മണ്ണൊലിച്ചു പോകത്തില്ല. അപ്പോൾ ആൻസർ ബി ആണ്. ഡെസർട്ടിഫിക്കേഷൻ കൺട്രോൾ. ഡെസർട്ട് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോറസ്റ്റേഷൻ ചെയ്യണം, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ആൻസർ ബി ആണ്. അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് എർത്ത് ഫ്രം. അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അൾട്രാവയലറ്റ് റേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓസോൺ ലെയറിനെ അബ്സോർബ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ഈസ് വാട്ടർ സൈക്കിൾ. വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് ക്ലൗഡ്സ് ആവുന്നു, അവിടുന്ന് റെയിൻ ആവും, തിരിച്ച് ഭൂമിയിൽ വരുന്നു. ഈ സൈക്കിളിനെയാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. മിനറൽസ് ആർ ഫോംഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഒരുപാട് വർഷം എടുത്തിട്ടാണ് മിനറൽസ് ഉണ്ടാകുന്നത്. ആൻസർ സി ആണ്. എനർജി ക്രൈസിസ് മീൻസ് ഷോർട്ടേജ് ഓഫ് എനർജിയുടെ ഷോർട്ടേജിനാണ് എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. സോയിൽ ഫെർട്ടിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ. സോയിലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി, ന്യൂട്രിയൻസ്, വാട്ടർ, ഓർഗൻ എല്ലാം അതിനെ ബാധിക്കും. ആൻസർ ഡി ആണ്. നാച്ചുറൽ റിസോഴ്സസ് മസ്റ്റ് ബി. നാച്ചുറൽ റിസോഴ്സും ഭൂമിയിലുള്ള റിസോഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? കൺസർവ് ചെയ്യണം. അതിനെ ഓവർ യൂസ് ചെയ്ത് നശിപ്പിച്ച് കളയില്ല. അപ്പോൾ ആൻസർ ബി ആണ്. ഫോറസ്റ്റ് റെഡ്യൂസ്. ഫോറസ്റ്റിൽ നിന്ന് എന്താണ് കുറയ്ക്കുന്നത്? ഫോറസ്റ്റ് ഓക്സിജൻ കൺസ്യൂം ചെയ്യും. അപ്പോൾ അതേസമയത്ത് കാർബൺ ഡയോക്സൈഡ് അത് യൂസ് ചെയ്യും. അപ്പം ഇതിനകത്ത് മെയിൻ അഡ്വാൻറ്റേജ് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ ആൻസർ ബി ആണ്, അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. വാട്ടർ പൊല്യൂഷൻ എല്ലാത്തിനെയും ബാധിക്കും, എൻറ്റയർ എക്കോസിസ്റ്റത്തിനെ ബാധിക്കും. ആൻസർ ബി ആണ്. ഡാം റിസർവ് സ്റ്റോർസ്. ഡാം എന്തിനാണ്? വെള്ളം സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ആൻസർ ബി ആണ്, വാട്ടർ. ബയോട്ടിക് റിസോഴ്സസ് ഡിപ്പെൻഡ് അപ്പോൺ. ബയോട്ടിക് റിസോഴ്സ് ലിവിങ് ഓർഗാനിസമാണ്. അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻവിറോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം എല്ലാം എൻവയോൺമെൻറ്റിലുള്ള നോൺ ലിവിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബയോട്ടിക് ജീവിക്കുന്നത്. ആൻസർ എ ആണ്, എബയോട്ടിക് ഫാക്ടേഴ്സ്. എക്സസ് ഇറിഗേഷൻ പ്രോസസ്. എക്സസ് ഇറിഗേഷൻ, ഒരുപാട് വെള്ളം ഒഴിച്ചാൽ വെള്ളം കെട്ടിക്കിടക്കും. ആൻസർ ബി ആണ്, വാട്ടർ ലോഗിങ്. എനർജി ഫ്രം ഫോസിൽ ഫ്യൂൽ. ഫോസിൽ ഫ്യൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്രോളിയം ആണ് അതിനകത്ത്, അത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ആൻസർ ബി ആണ്, നോൺ റിന്യൂവബിൾ
ഡീഫോറസ്റ്റേഷൻ ചെയ്താൽ എന്ത് പറ്റും? ക്ലൈമറ്റ്, സോയിൽ, ബയോഡൈവേഴ്സിറ്റി എല്ലാത്തിനെയും ബാധിക്കും. ആൻസർ ഡി ആണ് ഓൾ. ലാൻഡ് യൂസ് പ്ലാനിങ്, ലാൻഡ് പ്രോപ്പറായി പ്ലാൻ ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും. ആൻസർ ബി ആണ്. സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സ് മീൻസ് ബാലൻസ്ഡ് യൂസ് ആണ്. നമ്മൾ റിസോഴ്സിനെ വേസ്റ്റായി കളയുന്നില്ല, ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ ബി ആണ്. ഫ്യൂച്ചറിൽ വേണ്ടി അത് സേവ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ ബി ആണ്, ബാലൻസ്ഡ്. ഡെസേർട്ട് എക്കോസിസ്റ്റം ഫോംസ് ഡ്യൂ ടു ലോ വെജ്. ആൻസർ ബി ആണ്, ലോ വെജ്. ചെടികളും മരങ്ങളും കുറയുമ്പോൾ ഡെസേർട്ട് ഉണ്ടാവും. അപ്പോൾ ആൻസർ ബി ആണ്, ലോ വെജിറ്റേഷൻ. ലാൻഡ് സ്ലൈഡ്സ് ആർ കോമൺ ഇൻ മൗണ്ടൻസ്. മൗണ്ടൻസിലാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത്. ആൻസർ ബി ആണ്. ഈ എസ്എ ക്വസ്റ്റ്യൻസ് നോക്കുക, നോക്കിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ കണ്ടെത്താൻ നോക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്തോളാം, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ അത് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.